നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം ഫിഫ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ചിലിക്കെതിരെ തകർപ്പൻ വിജയം നേടിയതിൻ്റെ ആവേശത്തിലാണ് അർജന്റീന. അവരുടെ അടുത്ത മത്സരവിധ കൊളംബിയക്കെതിരെ എത്തിക്കഴിഞ്ഞു. കൊളംബിയക്കെതിരെ ബുധനാഴ്ച പുലർച്ചെ 2 മണിക്കാണ് അർജന്റീന കൊളംബിയയിൽ വെച്ച് ബാരങ്കില്ലയിൽ വെച്ച് കളിക്കാനിറങ്ങുന്നത്. പക്ഷെ ആ കളിക്ക് മുന്നോടിയായിട്ട് അർജന്റീന ക്യാമ്പിൽ നിന്ന് ഉയരുന്ന വാർത്തകൾ അത്ര ശുഭകരമല്ല. ടീമിൽ നിർബന്ധിത മാറ്റങ്ങൾക്ക് ഇപ്പോൾ സ്കലോനി തുനിഞ്ഞേക്കും എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം 2 താരങ്ങളുടെ പരിക്കാണ്. ഒന്ന് അലക്സിസ് മെക്കലിസ്റ്ററുടെ പരിക്ക്. അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ അഡക്ടർ ഇഞ്ചുറിയാണ്. അദ്ദേഹത്തിന് കളിക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല. അദ്ദേഹത്തെ ടീമിൽ നിന്ന്, അതായത് ഗ്രൂപ്പ് ട്രെയിനിങ്ങിൽ നിന്ന് മാറ്റി നിർത്തി അദ്ദേഹം സെപ്പറേറ്റ് ട്രെയിനിങ് ആയിരിക്കും നടത്തുക ചൊവ്വാഴ്ച വരെ എന്നാണ് TYC സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം നിക്കോളാസ് ഗോൺസാലസിന് പെയിനുണ്ട്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ടെസ്റ്റുകളും മറ്റും നടത്തിയതിൽ സീരിയസ് ഇഞ്ചുറി ഒന്നുമില്ല എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പം സ്റ്റിൽ അദ്ദേഹത്തിന് പെയിനുണ്ട് എന്നുള്ളത് കൊണ്ട് എന്ത് തീരുമാനമെടുക്കും എന്നുള്ളതും കണ്ടറിയണം. ഈ ഒരു ഘട്ടത്തിൽ TYC സ്പോർട്സ് സൂചിപ്പിക്കുന്നത് 2 മാറ്റങ്ങളിലേക്ക് ലയണൽ സ്കലോനി പോയേക്കുമെന്നാണ്. സ്റ്റാർട്ടിംഗ് 11ലേക്ക് ലിയാൻഡ്രോ പെരേഡസും ജിയോവാനി ലോ ചെൽസോയും എത്താനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ നിക്കോ ഗോൺസാലസിന് പകരം ഒരു പക്ഷേ പൗലോ ഡിബാലയെ സ്റ്റാർട്ടിംഗ് 11ലേക്ക് എത്തിക്കാനുള്ള സാധ്യതയും TYC സ്പോർട്സ് ഇപ്പോൾ സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അത് അർജന്റീന ആരാധകർ വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു മാറ്റമാണ്. ഇപ്പം പൗലോ ഡിബാല 10 നമ്പർ ജേഴ്സി അണിഞ്ഞുകൊണ്ടാണല്ലോ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അദ്ദേഹത്തിന് കഴിഞ്ഞ മത്സരത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് റോളിലാണ് അവസരം കിട്ടിയത്. അദ്ദേഹം ഗോൾ അടിച്ചു. അദ്ദേഹം അർഹിക്കുന്നുണ്ട് സ്റ്റാർട്ടിംഗ് 11ൽ ഒരു സ്ഥാനം എന്ന് തന്നെയാണ് ആരാധകർ വിശ്വസിക്കുന്നത്. അതോടൊപ്പം തന്നെ മാർക്കോസ് അക്യൂഞ്ഞയുടെ കാര്യത്തിൽ ലെഫ്റ്റ് സൈഡിൽ അദ്ദേഹത്തെ കളിപ്പിക്കുമോ എന്നുള്ളത് കണ്ടറിയണം. കഴിഞ്ഞ മത്സരത്തിൽ അങ്ങനെയല്ല കോച്ച് ടീമിനെ ഇറക്കിയത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. ഒരുപക്ഷെ ആ സിസ്റ്റത്തിൽ നിന്ന് മാറ്റം വരുത്തി അക്യൂഞ്ഞയെ കളിപ്പിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല. ഇതൊക്കെയാണ് ഇപ്പോൾ TYC സ്പോർട്സ് നൽകുന്ന സൂചനകൾ. വരും ദിവസങ്ങളിൽ ട്രെയിനിങ്ങിലെ വിവരങ്ങൾ കൂടി പുറത്തേക്ക് വരുമ്പോൾ കാര്യങ്ങളിൽ ഒന്നുകൂടി വ്യക്തത വരും. എന്തായാലും ഡിബാല സ്റ്റാർട്ട് ചെയ്യാനുള്ള നല്ല സാധ്യത കാണുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.